അതുപോലെ റിപ്പോർട്ട് കാർഡ് സിസ്റ്റം ഉണ്ടല്ലോ സർ, റിപ്പോർട്ട് കാർഡ് സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ സ്വഭാവം അല്ലെങ്കിൽ ആ കുട്ടിയുടെ സാമൂഹിക ഇടപെടൽ ഇതൊക്കെ വെച്ചിട്ട് റിപ്പോർട്ട് കാർഡ് ഉണ്ടാക്കുമ്പോൾ അധ്യാപകർക്ക് കുട്ടിയോടുള്ള ആ ഒരു സമീപനം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാഴ്ചപ്പാട് അത് ഇതിനകത്ത് വരുമ്പോൾ അത് ദോഷമായിട്ട് ബാധിക്കില്ലേ സർ? നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ ഒരു കുട്ടിയെ വിലയിരുത്തുന്നത് രക്ഷിതാവ് അല്ല, ഈ ടീച്ചർ മാത്രമാണ്, അധ്യാപകർ മാത്രമാണ്. റിപ്പോർട്ട് കാർഡിനെ കുറിച്ച് പറയുന്നത് 360 ഡിഗ്രി ഇവാലുവേഷൻ, സമഗ്രമായ ഇവാലുവേഷൻ. അത് ടീച്ചർ മാത്രം ചെയ്യുന്നതല്ല. ടീച്ചർ, പിയർ ഗ്രൂപ്പ്, എക്സ്റ്റേണൽ ഏജൻസി, സ്വന്തം, അതുപോലെ തന്നെ ഈ എക്സ്റ്റേണൽ ഏജൻസിയിലെ രക്ഷകർത്താക്കൾക്കൊക്കെ പങ്കുണ്ടാകുന്ന രീതി ഓരോ തലത്തിലും ഓരോ രീതിയിലാണ്. പാദം ആചാര്യൻ, പാദം ബ്രഹ്മചാരികൾ എന്ന് പറഞ്ഞാൽ സതീർത്ഥ്യർ, പാദം സ്വയം, പാദം കാലക്രമേണ എന്ന് പറഞ്ഞാൽ സമൂഹം, അല്ലേ? അപ്പോൾ ഈ കാര്യം അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിൽ കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഈ കുട്ടിയെക്കുറിച്ച് വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. വേറൊരു മാർക്കല്ല ഉണ്ടാവുക. അത് കുറേ സാധ്യതമായുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പ്രാഥമിക തലത്തിലൊരു റിപ്പോർട്ട് കാർഡിൻ്റെ രൂപം നമ്മുടെ PM ശ്രീ വിദ്യാലയങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറായിട്ട്, അത് ഫൈനലല്ല, അത് ആ വിദ്യാലയം കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് അവർക്ക് ഇതാക്കാം. അപ്പോൾ കുട്ടിയുടെ എല്ലാ ഭാഗങ്ങളും, കുട്ടിയുടെ ശാരീരിക ക്ഷമത, അപ്പോൾ ശാരീരിക ക്ഷമത കുട്ടിയുടെ റിപ്പോർട്ട് കാർഡിൽ വരും. കുട്ടി എത്ര ദിവസം ആബ്സെൻ്റായി, രോഗം എന്താണ്, കുട്ടിയുടെ ഓരോ മാസത്തിലുള്ള കുട്ടിയുടെ ഉയരവും അല്ലെങ്കിൽ തൂക്കവും വണ്ണവും, ബോഡി മാസ് ഇൻഡെക്സ് വരും. സ്പോർട്സുമായി ബന്ധപ്പെട്ട് കുട്ടിക്ക് അവർ ആ പ്രായത്തിനനുസരിച്ച് അവർ തീരുമാനിക്കും കുറച്ചും കൂടി ഇതായിട്ട് എങ്ങനെയാണ് കുട്ടിയുടെ ക്ഷമത അളക്കാനുള്ള പുള്ളപ്പ്, പുഷപ്പ്, റണ്ണിങ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ശാരീരിക ക്ഷമത ഉണ്ടാവും. കുട്ടിയുടെ മാനസിക ക്ഷമത പരിശോധിക്കും. ഒപ്പം തന്നെ കുട്ടിയുടെ ഈ കുട്ടിയുടെ സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടി നല്ല കുട്ടിയോ ചീത്ത കുട്ടിയോ എന്നുള്ള ഒറ്റയടിക്കൊരു ഉത്തരമല്ല. കുട്ടിയുടെ നിരവധി പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ വിലയിരുത്തുക. എല്ലാ കാര്യങ്ങളിലും സ്ഥലങ്ങളിലും ഈ അധ്യാപകൻ്റെ അല്ലെങ്കിൽ ഈ സിസ്റ്റം തെറ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടി നന്നാക്കി എടുക്കേണ്ടത് അധ്യാപകരെയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ്, അതായത് സ്കൂളിലെത്തുന്നതിന് മുന്നേ, ഇപ്പോൾ പാഠപുസ്തകം സ്കൂളിലെത്തുന്നതിന് മുന്നേ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യണം.